ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു സ്നാക്സുമായിട്ടാണ് വന്നേക്കുന്നത്. വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഇത് ബ്രെഡാണേ, ഒരു വലിയ ഫാമിലി ബ്രെഡാണ്. 10-16 പ്രശ്നമുണ്ടേ. അതിന് വേണ്ടിയിട്ട് അത് ഞാൻ എൻ്റെ 4 ചുറ്റും എടുത്ത് മാറ്റി, 2 അരികളില്ലേ 4 അരികും മാറ്റി വെച്ചിട്ടുണ്ടേ. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡാണ്. ശർക്കര ഒരു 150 ഗ്രാം ഉണ്ടേ. ഇത് ശർക്കര, ഈ കട്ട ശർക്കരയാണെങ്കിൽ അത് പിന്നെ പാവ് കാച്ച് കുറച്ച് വെള്ളം ഒഴിച്ച്, ശകലം വെള്ളം ഒഴിച്ച് പാവ് കാച്ചിട്ട് അത് അരിച്ചെടുത്തിട്ട് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ വരട്ടിയെടുക്കത്തില്ലേ, അതുപോലെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ടേ. പിന്നെ ഒരു മുറി തേങ്ങ തിരുങ്ങിയതുണ്ടേ. ഇതെല്ലാം കൂടെ നമുക്ക്, പിന്നെ കുറച്ച് ഈത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ഇടുക. ഇപ്പം ഇത് വേണം നിർബന്ധമൊന്നുമില്ല, ഇത് രണ്ടും മാത്രം മതി. ഇതിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇടുക കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇടാം, കിസ്മിസ് ഇടാം, എന്ത് വേണോലും ഇടാം. അപ്പം ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഈ തേങ്ങ ഇതിനകത്തോട്ടിട്ടെ. ഇതിനകത്ത് ഈ ഡേറ്റ്സ് ഇല്ലേ, ഈത്തപ്പഴം കൊണ്ടിടാം. ഇത് കഴുകി അരിഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് ശർക്കര ഇടാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നേരത്തെ മിക്സ് ചെയ്ത് വെക്കരുതേ, വെള്ളമായി പോവും. പഞ്ചസാരയും അല്ല, ശർക്കരയുടെ ഇതായി വെള്ളമാവും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പം നേരത്തെ ചെയ്ത് വെക്കണ്ട. കുറച്ച് ഇട്ട് കൊടുക്കാം. നമ്മളെ മദ്രസിനനുസരിച്ച് ഇട്ട് കൊടുക്കേ. ഇതിനകത്ത് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കേ. ഇതൊന്നും ഞാനിപ്പോൾ ഇടുന്നില്ല. നല്ല മിക്സ് ചെയ്യുക. ഈത്തപ്പഴത്തിന് മധുരം ഉണ്ടല്ലോ. അപ്പം ഞാനിപ്പോൾ ഇത്രയും ശർക്കര ഇടുന്നുള്ളേ. ഇത് ഇട്ടിരിക്കട്ടെ. ഇനി ഞാൻ അടുപ്പ് ഒരു ഇഡ്ഡലിക്കുട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുഴക്കട്ടയാണേ, ബ്രെഡ് കുഴക്കട്ട. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ. മോനെയൊന്നും വെള്ളം വെച്ചിട്ടില്ല. ഈ തട്ടിനകത്ത് നെയ്യ് വേണമെങ്കിൽ തടകാം. ഞാനിപ്പോൾ നെയ്യ് തടകുന്നില്ല, ഞാൻ വെളിച്ചെണ്ണയെ തടകുന്നുള്ളൂ. ഇതിനകത്ത് നമുക്കിതിൽ നിന്ന് 2 കഷ്ണം ബ്രെഡ് എടുക്കാം. എന്നിട്ട് ഇത് ഈ വെള്ളത്തിലോട്ട് ഇടാം. എന്നിട്ട് ഇത് കൈവച്ച് നല്ല വെള്ളം പ്രസ് ചെയ്ത് കളയണേ. ഇനി ഇതിനകത്തുനിന്ന് 1 സ്പൂൺ, അതിനകത്ത് 1.5 സ്പൂൺ തേങ്ങാക്കൂട്ട് വെച്ചിട്ട് ഇതിൻ്റെ 4 ചുറ്റും, ഇതിൻ്റെ മൊത്തം ചുറ്റി നമുക്ക് എടുക്കാം. ഇതുപോലെ ഇത് ഇവിടെ വെക്കേ. അങ്ങനെ അതുപോലെ ഇതെല്ലാം ഈ 2 വെച്ചേ. കാരണം ചെറിയ സ്ലൈസ് അല്ലേ. അതുപോലെ നല്ലതുപോലെ വെള്ളം പ്രസ് ചെയ്ത് കളയണേ. ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സ് ഇതുപോലെ തന്നെ.
ഈത്തപ്പഴത്തിൻ്റെയും തേങ്ങയുടെയും ശർക്കരയുടെയും കൂട്ട് ഇതിനകത്തിടാം. ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും വെക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ അതുപോലെ ഇതെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുക്കേ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബ്രെഡും വെക്കേ. 3 3 3 6 2 8 16 പീസായിരുന്നു. ഈ 2 വെച്ച് 8 ആയി. ഇനി ഇത് നമ്മുടെ വെള്ളം ചൂടാക്കുക. അധികം വെള്ളം വെക്കണ്ട, കാര്യം അധികം വേവണ്ടല്ലോ. ഒരു 5 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. വെള്ളം നല്ല തിളച്ച് കിടക്കുകയാണ്. 1 ഗ്ലാസ് വെള്ളമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഇത് ഒഴിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ഞാൻ എണ്ണ തേച്ച് വെച്ചേക്കേ. ഇത് താഴത്തെ തട്ടിൽ വെക്കാം, കാര്യം ഇത് മേളിൽ ഇരിക്കുമ്പോൾ തട്ടത്തില്ല. ചെറുത് നോക്കി വെച്ച് കൊടുക്കേ. ഇനി ഇതിൻ്റെ താഴെ ഇവിടം വരാം, ഈ ഇഡലിയുടെ കുഴി വരാമെന്ന് നോക്കണേ. അതിന് വേണ്ടിയിട്ട് ഈ ഊട്ട ഇതിൻ്റെ പുറത്ത് വരത്തക്ക രീതിയിൽ നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ തീരെ അങ്ങ് കുറയ്ക്കണ്ട, ഒരു ചെറിയ ഇച്ചിരി മീഡിയത്തിൽ വിടണ്ട, അതിനൊക്കെ സിമ്മിന്ന് കുറച്ചുകൂടെ കിടക്കട്ടെ. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അത് ഇടുന്ന നമുക്ക് നമ്മുടെ ബ്രെഡ് കുഴക്കട്ടെ നോക്കേ. ഈ തീ തന്നെ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ടേ. ഓക്കെ, ഒന്ന് തണുക്കട്ടെ. ഞാൻ ഗ്യാസ് ഓഫാക്കി ഇനി കിടക്കട്ടെ. ഒന്ന് തണുത്തിട്ട് നമുക്കെടുക്കാം. ഭയങ്കര ചൂടായിട്ട് ഇതിൻ്റെ അടിയിലത്തേൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ടേ, നോക്കാം നമുക്ക്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ടേ. നല്ല ചൂടുണ്ട്. ഒന്ന് തണുത്ത് കിട്ടിയിട്ട് എടുക്കേ. ഇങ്ങനെ ഇരിക്കട്ടെ, അല്ല ഇതുകൂടെ എടുത്ത് വെളിയിലോട്ട് വെക്കാം. ചൂടാ. ഇരിക്കട്ടെ, ഒന്ന് ആറിക്കിട്ടിട്ട് നമ്മുടെ കുഴക്കട്ട ഓരോന്നായിട്ടെടുക്കേ. അടിയിൽ ശകലം നെയ്യ് തൂത്ത് കൊടുത്താൽ മതി. നെയ്യോ നമ്മൾ ഇഡ്ഡലി കഴിക്കത്തില്ലേ, എണ്ണയോ. ഞാനിപ്പം വെളിച്ചെണ്ണ ചെയ്ത് കൊടുത്തത്, തേച്ച് കൊടുത്തത്. ചൂടുണ്ട് പാത്രത്തിന്. ഓക്കെ, ഇത്ര പെട്ടെന്നാ. അരിപ്പൊടി കൊണ്ടും കുഴക്കട്ട ഉണ്ടാക്കാം. കുഴയ്ക്കണം, എടുക്കണം, അതൊക്കെ വേണ്ട. ഇതൊന്നും വേണ്ട, ഇത് പൊടിക്ക് പോലും വേണ്ട. പെട്ടെന്നൊരു നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് ഒക്കെ. ഒന്നും ചേർക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള അതിനകത്ത് ഫില്ല് ചെയ്യാൻ എന്തൊക്കെയുണ്ട് അത് മാത്രം ഇട്ട് കൊടുത്താൽ. അപ്പം ഇത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരേ. ഇതൊന്ന് മുറിക്കേ. ഓക്കെ, നല്ല സൂപ്പറായിട്ടുള്ള കുഴക്കട്ട റെഡി. ബ്രെഡ് കുഴക്കട്ട റെഡി.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. അപ്പോൾ ഇത് ഉണ്ടാക്കി വിട്ടതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.